മെമ്പർ അറിഞ്ഞോ? കേശവൻ നന്നായി. അതെപ്പോ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. ചേട്ടാമ്പിത്തരവും കള്ളുകൂടിയൊക്കെ നിർത്തി. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് നിർത്തി എന്ന് പറ. കല്ല് വാങ്ങണതല്ലാണ്ട് അങ്ങോട്ട് വല്ലതും കൊടുക്കാറുണ്ടോ? പിന്നെ കള്ളുകൂടി, അതും നാട്ടുകാരെ പറ്റിച്ചാണല്ലേ. എങ്കിലും ഇങ്ങനെ ഒരു മാറ്റം ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ? നാട്ടിൽ സമാധാനം ഉണ്ടാവുമല്ലോ, അത് മതി. അങ്ങനെ ഉറപ്പിച്ചു പറയാറൊന്നും ആയിട്ടില്ല. പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഇത് പിടിക്കാത്തതുകൊണ്ടേ വട്ടായതാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതൊന്നുമില്ല. കേശവന് നല്ല തൊലിക്കട്ടിയ. ഇതേതോ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയതിന്റെ മാറ്റവാ. ആഹാ, അപ്പൊ ആളൊന്ന് നേരിട്ട് കണ്ടേക്കാം. നമ്മുടെ വാർഡിൽ എന്ത് മാറ്റം ഉണ്ടായാലും ഞാനത് കണ്ട് പറ്റൂലല്ലോ. അപ്പൊ കേശവൻ തൊട്ടിത്തര ഉപേക്ഷിച്ച ക്രെഡിറ്റും മെമ്പർ ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിന്റെ പേരിൽ ഒരു ഫ്ലെക്സ് പ്രതീക്ഷിക്കാം. കേശവനെ നന്നാക്കിയ മെമ്പർക്ക് അഭിനന്ദനങ്ങൾ എന്നും പറഞ്ഞ്. പോടോ ആദ്യം ഈ സത്യാവസ്ഥ ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇതാരേ മെമ്പറാ? വാ കേറിയിരിക്കും. തന്നെ കുറച്ച് ദിവസമായിട്ട് പുറത്തേക്കൊന്നും കാണുന്നില്ലല്ലോ. ഇത് തിരക്കാന്ന് കരുതി ഇറങ്ങിയതാ. ഞാനൊരു ഓൺലൈൻ മോട്ടിവേഷൻ ക്ലാസ്സിൽ ചേർന്നായിരുന്നു. അതിന്റെ ക്ലാസ്സും പ്രാക്ടീസും ഒക്കെ ആയിട്ട് ഇത്തിരി ബിസി ആയിപ്പോയി. കേട്ടിട്ടില്ലേ, കിങ് ജോക്കർ അനിൽ രാമേന്ദ്രൻ എന്ന് ലോകപ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറാ. മണിക്കൂറിൽ ലക്ഷങ്ങളാ ഫീസ്. നിനക്കൊക്കെ അന്തസ്സായിട്ട് ജീവിക്കണം. കണ്ടിട്ട് ഒരു കിറുക്കൻ ലുക്ക് ഉണ്ടല്ലോ. കിറുക്കനല്ല, കുറുക്കന, ബുദ്ധിരാക്ഷസൻ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകിന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു. ഇയാൾ എന്തിനാ ഈ മഴക്കോട്ടൊക്കെ ഇട്ടിരിക്കണേ? കോട്ടിടാതെ ആശം പുറത്തിറങ്ങാറില്ല. ഇത് കോട്ടല്ല, പുള്ളിയുടെ കോൺഫിഡൻസാ. ഇപ്പൊ മഴക്കാലല്ലേ, അതാണ് ഈ മഴക്കോട്ടൊക്കെ ഇട്ടേക്കുന്നത്. അത് നല്ലതാ കോട്ടിടണതേ. എല്ലും തോലും ആണെന്ന് ആരും അറിയില്ലല്ലോ. തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ. ഇയാൾ എന്തിനാ ഈ പെരുവരിലേക്ക് നടക്കിടക്ക് തുള്ളണത്? അത് എനർജി ബൂസ്റ്റപ്പ് ചെയ്യുന്ന പെരുവരിലെന്ന പോസിറ്റീവ് എനർജി വരുന്നത്. തെണ്ടിയല്ല ജീവിക്കണ്ടേ. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവൻ എങ്ങനെയുണ്ട്? നിന്റെ ശാന്തിയോടൊരു ചേരും. പക്ഷെ ഈ ആളുകളെയൊക്കെ തെണ്ടിയെന്നും നാറിയെന്നും ചീത്തയൊക്കെ വിളിക്കുന്നത് ശരിയാണോ? ആശാൻ വിളിച്ചത് കറക്റ്റാ. ഇല്ലേ 4 ലക്ഷം രൂപ കൊടുത്ത് ക്ലാസ് എടുപ്പിക്കൂ. അല്ല, അവസാനം ഇയാളെ കോഴിക്കോട്ടുള്ള ബിസിനസ്സുകാരെല്ലാം കൂടെ കയറി നല്ലോണം മേഞ്ഞെന്നാണല്ലോ കേട്ടത്. വെറുതെ പറയുന്നു. ആശാൻ അതിനു മുന്നോടി സ്ഥലം കാര്യാക്കി. ആശാനത് അത്ര കണ്ടുകൊള്ളാം. മെമ്പർ വേദനയോടെ മനസ്സിലാക്കി മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി. എങ്ങനെയുണ്ട് മെമ്പർ നമ്മുടെ കേശവന്? ഇപ്പോഴാണെ നടത്തിക്കൊണ്ട് പോവാ. യൂട്യൂബിലെ മോട്ടിവേഷൻ വീഡിയോ കൊണ്ട് വട്ടായ. നാട്ടിൽ മുഴുവൻ പോക്കിത്തരം കാണിച്ചു നടന്ന പാവം ചെറുക്കനായിരുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. അല്ല, അവന്റെ ഈ ലൂസ് മോഷൻ വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ടോ? ലൂസ് മോഷൻ അല്ലടോ, മോട്ടിവേഷൻ. ഞാനത് പോയേ. മെഡിറ്റേഷൻ ചെയ്യണോണ്ട് മനസ്സിനൊക്കെ ഇപ്പൊ നല്ല നിയന്ത്രണം. പൊട്ടൻ കേശവനല്ലേ പോണേ? ധാരാളം പ്രകോപനങ്ങളുണ്ടാവും, പക്ഷെ വിജയികൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇതെന്താണ്, എക്സസൈസ് അല്ല, ഇതാണ് ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ, ക്ഷമാധ്യാനം. ഞാൻ എന്നെ പൊട്ടനെന്ന് വിളിച്ച ആ നായിന്റെ മോനോട് ക്ഷമിക്കുകയാണ്. അവൻ നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. കേട്ടിട്ടില്ലേ, ക്ഷമിക്കുന്നവൻ വളരും. എന്താ കേശവ, പുതിയ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, യൂട്യൂബിൽ നിന്ന് വിരമിച്ചാ? കണ്ടില്ല ആൾക്കാരുടെ സ്നേഹം. താങ്ക് യു കുട്ടപ്പ. ഇതെന്താ? ഞാൻ പ്രകൃതി ശക്തിക്ക് നന്ദി പറഞ്ഞതാ. നമുക്ക് ആരെങ്കിലും നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അവർക്കും പ്രകൃതി ശക്തിക്ക് നന്ദി പറയണം. ആണോ? പിന്നെ എന്നാലേ നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. ആണോ? താങ്ക് യു റോസ് ചേച്ചി. റോസ് ചേച്ചിയാ? അതെ, ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴി റോസ് ചേച്ചി പുഴയെന്ന് കുടിക്കുന്നുണ്ടായിരുന്നു. ഇനി കൂടുതൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. കേശവ, നീ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നിർത്തിയെങ്കിൽ നല്ല കാര്യം. സത്യം പറയാല്ല, പരമ ബോറാണ്. നിനക്ക് ഇപ്പോഴെങ്കിലും ബോധം ഉണ്ടായത് വലിയ കാര്യം. വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ,
ധാരാളം പ്രകോപനങ്ങളുണ്ടാവും. പക്ഷെ ബുദ്ധിമാന്മാരും ഭൂലോക തോൽവികളും ഇതൊന്നും മൈൻഡ് ചെയ്യല. അതെ. വൈദ്യരനെ അന്വേഷിച്ചെന്ന് കേട്ടു. ആ ശരിയാ, ഒരാപത്ത് വരുമ്പോ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? നീ എന്റെ ചങ്ങാതിയുടെ മകനല്ലേ. ഈ കഷായം രാവിലെ 2 ഔൺസ് വീതം, പിന്നെ ഈ ചൂർണം 2 സ്പൂൺ എടുത്ത് 2 തുടം പാലിൽ ചേർത്ത് തിളപ്പിച്ച്. ഇതൊക്കെ എന്തിനാ? നിനക്ക് മോഷന്റെ പ്രശ്നമാണെന്ന് കരക്കമ്പിക്കണാരൻ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. അല്പം വൈകി, സാരമില്ല. ഇത് കഴിച്ചാൽ നിന്റെ ലൂസ് മോഷനൊക്കെ അങ്ങ് മാറും. ലൂസ് മോഷനൊന്നും അല്ല അച്ഛാ, മോട്ടിവേഷൻ. അതൊരു രോഗമൊന്നും അല്ല, അതൊരു മെന്റൽ എംപവറിംഗ് ആണ്. അല്ലേ കേശവൻ ചേട്ടാ? ശിവ മെന്റലോ? അപ്പൊ ഭ്രാന്തായെന്ന് സാരം. എന്നാ ഞാൻ വേറൊരു മരുന്ന് കൂടി തരാം. മുട്ടനാടിന്റെ മൂത്രത്തിൽ നെല്ലിക്ക ചേർത്ത് അരച്ച് കഴിക്കണം. എനിക്കൊരു കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ, എന്നോടിവിടെ സഹായത്തിന് നിൽക്കാൻ പറഞ്ഞില്ലായിരുന്നു. നാളെ മുതല് വന്നാലോന്നാ. എണ്ണ തിളച്ചു കാണും. മോളകത്ത് ചെന്ന് ഗുൽഗുലു തിക്തകം ചേർത്ത് ഇളക്ക്. ഇവിടെ നിന്നാലേ വറ്റിപ്പോവും. അവൾ അവധിക്ക് വന്നതാ, നാളെ രാവിലെ തിരിച്ചു പോവും. ക്ലാസ് തുടങ്ങുകയാണേ. നിന്നോട് ഞാൻ അന്ന് പറഞ്ഞപ്പോ നിനക്ക് വീഡിയോ പിടിക്കാനുണ്ടെന്നോ മറ്റോ. ശരിയാ, വൈദ്യരുടെ കഷ്ടപ്പാട് കണ്ടപ്പോ ഒരു നിമിഷം ഞാനത് മറന്നുപോയി. അപ്പൊ ശരി, കാണാം. ഇവന് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ കുറച്ച് കടുക്കാ കൂടി കൊടുത്തു വിടേണ്ടതായിരുന്നു. എന്നാലും ഈ കേശവന് വന്നൊരു മാറ്റമേ. അത് ചട്ടമ്പിത്തരവുമായി നാട് നീളെ തല്ലുകൊണ്ട് നടന്നവനാണ്. അവനേക്കാൾ ശല്യം അവന്റെ ചാനലാ. ശരിയാ, യൂട്യൂബ് പറഞ്ഞല്ലേ അജാതി വെറുപ്പിക്കല. ഇനി വീഡിയോ ഒക്കെ താഴെ വരുന്ന കമന്റ് കേട്ട് മനം മാറ്റം വന്നതാണോ? അതുമാതിരിയുള്ള തെറിവിളിയല്ലേ കേൾക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് കേശവൻ ട്രോളിയിൽ വെള്ളം നിറച്ച് അതിൽ കയറി കുടിക്കുന്നത്. അതെ, ഈടെ ഒരു യൂട്യൂബ് ടെക്കില്ലേ, കാറിൽ വെള്ളം നിറച്ച് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കില്ലേ, അതനുകരിച്ചായിരിക്കും. ഇപ്പോൾ വെഹിക്കിള് അവന് മുട്ടം പണി കൊടുത്തില്ലേ, ലൈസൻസും കെട്ടായി, ഇപ്പോൾ ഫൈൻ അടിച്ച് നടപ്പ. എങ്കിലെന്താ, ആള് വൈറലായില്ലേ, ചാനലിന് റീച്ചും കൂടി. കേശവന് ട്രോളിയിൽ കിടന്ന് പനി പിടിച്ചത് മാത്രം മെച്ചം. ഒരാൾക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ അതിൽ ഭൗതികമായ ഒരു കാരണവും കാണും. വേറെ പ്രശസ്തി, പണം, പെണ്ണ്, ഇതിലേതെങ്കിലും ഒന്ന്. അത് ബുജി പറഞ്ഞ കാര്യ. പെണ്ണ് തന്നെയാണ് കേശവന്റെ മാറ്റത്തിന് കാരണം. അതേത് പെണ്ണ്? ആ ഇരുമ്പുണ്ട ജാനകിയുടെ മോളില്ലേ, നമ്മുടെ പഴയ ഷോർട്ട് പുട്ട് താരം ജാനകിയോ? ആ ഷോർട്ട് പുട്ടിന്റെ മലയാളമാണ് ഇരുമ്പുണ്ട, അവരുടെ മോള്. ഏത്? ആ പറന്നു കിടക്കുന്ന സാധനമോ? ഏത്? ആ പറന്നു കിടക്കുന്ന സാധനമോ? അവളുമായി കേശവൻ അടുപ്പത്തില്ല. അവളുടെ വീട്ടുകാരെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഈ മാറ്റമൊക്കെ. ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ ചേർന്നതും ഈ കാണിക്കുന്ന അഭ്യാസം എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ഓ, മനസ്സിലായി. പുതിയ പേഴ്സണാലിറ്റിയും ഇമേജും ബിൽഡപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ആശാൻ അല്ലേ? എന്തായാലും ആള് നന്നാകാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. നല്ല കാര്യങ്ങൾ ശീലമാകുമ്പോൾ അത് പാതിയെ സ്വഭാവത്തിന്റെ ഭാഗമായിക്കോളും. എവിടെയായിട്ട് കേശവൻ ഇനി പഴയ കേശവനാകാൻ നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. അതിനുള്ള ഒരു ബോംബുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വല്ലതുമാണോ? ആ ചിലപ്പോ ഒരു ഹൃദയമൊക്കെ പൊട്ടിപ്പോവാൻ ഇത് മതി. ഇവിടെ കാര്യം എന്താന്ന് വെച്ചൊന്ന് തെളിച്ചു പറ. വിശദമായിട്ട് പറഞ്ഞുതരാം, ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. നീ എന്തിനാണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്ത് പ്രകോപനം ഉണ്ടായാലും അതിനെ സമാധാനപരമായിട്ട് നേരിടാനായിട്ട് നീ പഠിച്ചു കഴിഞ്ഞു എന്ന് എനിക്കൊരു സംശയം. അതിനെന്താ സംശയം? എന്തു വന്നാലും ഞാൻ പുല്ലുപോലെ തരും. പഴയ കേശവനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുകയാണ് ശേഖര, അല്ല വിജയ. അത് തന്നെയാണ് വേണ്ടത്. എന്തും നേരിടാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. എന്താ പ്രശ്നമെന്ന് വെച്ചാ പറ. പറയാം, നീ സംയമനത്തോടെ കേൾക്കണം. കയറിടാൻ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിലേ ഒരു അര മേടിക്കായിരുന്നു. നമുക്ക് ആ കേശവനാണെന്ന് ചോദിച്ചാൽ അതെങ്ങനെ? ഇപ്പൊ കേശവൻ ഗാന്ധിജിക്ക് പഠിക്കുക. അതും ശരിയാ.
വെറുതെ ആക്കാൻ വേണ്ടി ഒന്ന് ചോദിക്കാലോ നമുക്ക്. ചോദിച്ചു നോക്കാം, ഇല്ലേ 100 രൂപ കടം ചോദിക്കും. കടം തരാൻ കേശവനും നോക്കിയിരുന്നാ മതി. നീ വിഷമിക്കരുത്. നമ്മുടെ ജാനകി ചേച്ചിയുടെ മകള് ലത ഒരുത്തൻ്റെ കൂടെ ഇന്നലെ രാത്രി ഒളിച്ചോടിപ്പോയി. കാരുണ്യം ബസ്സിലെ കണ്ടക്ടറുടെ കൂടെയാന്ന് അറിഞ്ഞത്. ഒട്ടും കാരുണ്യമില്ലാത്തവള്. വളരരുത് കേശവ, ഞാൻ പോയിട്ട് പിന്നെ വരാം. എനിക്ക് ഇനിയും കുറച്ച് പേരുടെ ഹൃദയം തകർക്കാനുള്ള. കേശവ ഷെയറിനുണ്ടോ? ഒരാളുടെ കുറവുണ്ട്. ആ ഞാൻ 200 ഇട്ടു. നിങ്ങൾ സെറ്റപ്പ് റെഡി ആക്കിക്കോ. ഞാനിപ്പോ വരാം. ഇന്നലെ ജംഗ്ഷനിൽ വെച്ച് ഏതോ ഒരുത്തൻ എന്നെ പൊട്ടനെന്ന് വിളിച്ചാൽ അവന്റെ വിഷമം ഇന്ന് കയ്യോടെ തീർത്തിട്ട് വരാം. കേശവൻ പഴയ പോലെ ആയോ? എന്തായാലും എനിക്ക് സമാധാനമായി.